Okay students, welcome to mathematics class. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇവിടെ പറയുന്നത്. അവിടെ ലെങ്ത് കൂടിയത് കൊണ്ട് നമ്മൾ അവിടെ കട്ട് ചെയ്തതാണ്. നോക്കുക ഇവിടെ ഓക്കെ, ഇവിടെ എത്തി. നമ്മൾ ഇതിനൊരു എക്സാമ്പിളും പറഞ്ഞു. 2/3 + n 1/n+1 അവസാനിക്കും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്താ എടുത്തത്? ഇൻ്റഗ്രൽ sin റേഷ്യോ 7ഉം cos റേഷ്യോ 8ഓ അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്ത്. അപ്പോൾ ഈ 7 എടുക്കുമ്പോൾ 7 ബൈ എന്താ വരിക? 7 ഒന്നും കൂടി ഒരു എക്സാമ്പിൾ കൂടി വേണം നോക്കിക്കോ. 7 ഒന്ന് കുറയ്ക്കുക. 6/7 + 8 15, 6/15, 4/13, 4/13, 2/11. എവിടെ എത്തി? 2/11 ഇവിടെ എത്തി. 2/3 + n ആണിത്. എന്താ ഈ 11 എന്ന് പറഞ്ഞാൽ? 11 എന്ന് പറഞ്ഞാൽ 3 + 8 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 3 + n ആണ്. 3 + 8 എന്ന് പറഞ്ഞാൽ 3 + n, 2/3 + 8. അപ്പോൾ ഇൻറ്റു ഒന്നുകൂടി ചെയ്യണം. ഇവിടെ വെച്ച് നിർത്തലല്ല, ഇൻറ്റു ഒന്നുകൂടി ചെയ്യണം. ഒരു 1/n+1 ചെയ്യണം. 1/8+1 1/9 ചെയ്യണം. അപ്പോൾ ഇത്ര ചെയ്താൽ ആൻസറായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്കെ ഇതിലെത്തി. ഇവിടെ എത്തി. ഇനി എം, അപ്പോൾ എല്ലാ കേസും എം ഓടാകുമ്പോൾ എം 1 ആവുന്ന ഓടുകയായി, എം 1 അല്ലാത്ത ഓടുകയായി. അപ്പോൾ എം ഓട് എന്നുള്ള കേസ് മൊത്തം കംപ്ലീറ്റ് ആയി. എം 10 ആവുമ്പോൾ 15 ആവുമ്പോൾ എന്ത്, 17 ആവുമ്പോൾ എന്ത്, 25 ആവുമ്പോൾ എന്ത്, പിന്നെ 1 ആവുമ്പോൾ എന്ത്, അങ്ങനെ എല്ലാ എം ഓടിനും നമ്മൾ പ്രോബ്ലം ക്ലിയറായി, അല്ലെങ്കിൽ ഫോർമുല റെഡിയായി. ഇനി നമ്മൾ എം ഈവൻ ആവുമ്പോഴുള്ള ഫോർമുല റെഡിയാക്കണം. അതിന് ഞാൻ ആദ്യം ചെയ്യണത് n1 ആവുമ്പോൾ, n1 ആകുമ്പോൾ നേരത്തെ പോലെ തന്നെ n1 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? im1 ആണ് സാധനം, n1. അപ്പോൾ ഇൻ്റഗ്രൽ sin റേഷ്യോ mx cos x dx ആ. അത് വീണ്ടും ചെയ്താൽ നേരത്തെ പോലെ തന്നെ ചെയ്താൽ ആക്ച്വലി ഇത് sin റേഷ്യോ m+1/m+1 ഫ്രം 0 to 1 ഒരു 1/m+1 തന്നെയാണ് ആൻസർ കിട്ടുക. 1/m+1 ആണ് ആൻസർ കിട്ടുക. n+1 അല്ല, m+1, 1/m+1 കിട്ടും n1 ആകുമ്പോൾ. ഇനി എം ഈവൻ ആകുമ്പോൾ നോക്കുക. എം ഈവൻ ആകുമ്പോൾ തന്നെ രണ്ട് കേസ് ഉണ്ട്. എം ഈവൻ ആകുമ്പോൾ എന്തിൽ അവസാനിക്കുന്നു ചോദിച്ചാൽ m-1/m+n. നോക്ക്, എം ഈവൻ ആകുമ്പോൾ m-1/m+n ഇൻറ്റു m-3/m+n -2 അങ്ങനെ പോയിട്ട് 1/2 + n ഇൻറ്റു 1/2 + n ഇൻറ്റു i0n അവസാനിക്കും. പക്ഷേ അവിടെ രണ്ട് കേസ് വരുന്നുണ്ട്. i0n എന്താ? ഇങ്ങനെ 3 ഉണ്ട്. n1 ആകുമ്പോൾ എന്തെന്നുള്ളത് നമ്മൾ ഓൾറെഡി എഴുതി, 1/n+1. ഇനി n ഓടാകുമ്പോൾ എന്ത് എഴുതേണ്ടി വരും? n ഓടാകുമ്പോൾ i0n എന്തായി മാറും? ഇതെടുത്ത് എഴുതണം. n ഈവൻ ആകുമ്പോൾ എന്ത്? n ഈവൻ ആകുമ്പോൾ i0n എന്ത് എഴുതണം? ഇതും എടുത്ത് എഴുതണം. അപ്പോൾ m ഈവൻ n ഓട് n ≠ = 1. അതാണ് അടുത്ത കേസ്, n ≠ = 1. അപ്പോൾ 1/2 + n ഇൻറ്റു 1/2 + n ഇൻറ്റു i0nലെ m ഈവൻ ഓക്കെ, m ഈവൻ ആണ്, n ഓടാണ്, n ≠ = 1. അപ്പോൾ ഇതെടുത്ത് എഴുതുക. n-1/n ഇൻറ്റു n-3/n -2 എക്സെട്രാ ഇൻറ്റു 2/3 ഇൻറ്റു 1. അപ്പോൾ എം ഈവൻ n ഓട് n ≠ = 1. വീണ്ടും എം ഈവൻ ഇനി എന്താ കേസ് ഉള്ളത്? n ഈവൻ. ഇത്രേ ഉള്ളൂ. എം ഈവൻ ആകുമ്പോൾ n ഓട് n ≠ = 1, n = 1. ഓക്കെ, എം ഈവനും n = 1 എഴുതിക്കോ. എം ഈവൻ തന്നെ എഴുതിക്കോ. അങ്ങനെ എം ഈവൻ n = 1. എം ഈവനോ ഓടോ എന്തോ ആയിക്കോട്ടെ, n = 1 ആണെങ്കിൽ ഇത് എഴുതേണ്ട ആവശ്യമില്ല. എം ഈവൻ എഴുതേണ്ട ആവശ്യമില്ല. എം എന്തോ ആയിക്കോട്ടെ, n 1 ആയാൽ ഇതിന് ആൻസർ ഇതാണ്. ഇനി എം ഈവനും n ഈവനും ആകുമ്പോൾ എന്താ വരിക? ഇത് തന്നെ സാധനം വരിക. m-1/m+n ഇൻറ്റു m-3/m+n -2 എക്സെട്രാ ഇൻറ്റു 1/2 + n ഇൻറ്റു n-1/n. ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് കിട്ടും. ഓക്കെ, ഇത് ഇതേമാതിരി ഉണ്ടാവും. പിന്നെ ഉണ്ടാകുക n-1/n ഇൻറ്റു n-3/n -2 ഇങ്ങനെ പോയിട്ട് n ഈവൻ ആയതുകൊണ്ട് ഇത് ഇവിടെ അവസാനിക്കുക 1/2 π/2 അവസാനിക്കുക. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ 1 2 3 4 5 ഇതാണ് നമ്മുടെ
ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഫോർമുല. M1 n, M1 n is any natural number. M odd m not equal to 1 any natural number. M odd n any natural number m not equal to 1. The n1 m even n odd n not equal to 1, m even n even. ഇത്രയും കേസ്. ഓക്കെ, ഇതിൻ്റെ കേസാണ്. ഇതിൻ്റെ നേരെയാണ് ഇത് എഴുതേണ്ടത്. n ഈക്വൽ ടു 1ൻ്റെ നേരെയാണ് 1/m+1 എഴുതേണ്ടത്. ഇതിൻ്റെ നേരെയാണിത്, ഇതിൻ്റെ നേരെയാണിത്, ഇങ്ങനെ ഇതിൻ്റെ നേരെ ഇങ്ങനെ, ഇതിൻ്റെ നേരെ ഇത്, ഇതിൻ്റെ നേരെ ഇത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലൊരു എക്സാമ്പിൾ നോക്കുക. എം ഈവനും എന്നോടും ഇൻ്റഗ്രൽ സൈൻ റേസ് ടു 10x കോസ് റേസ് ടു 7x dx. ഇതിൻ്റെ ഒരു ആൻസർ എങ്ങനെ വരിക? അപ്പോൾ നമുക്കിത് ഇവിടുന്ന് 10 ഒന്നും നോക്കണ്ട. ഇത് ഈ ഫോർമുല ഒന്നും കുറേ ഒന്നും കാണാതെ പഠിക്കൊന്നും വേണ്ട. ആകെ ഇവിടെ ഒരു ചെറിയൊരു ട്രിക്ക് മാത്രം. ഇത് കുറേ പ്രാവശ്യം വീഡിയോ കണ്ട് കുറച്ചൊന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അല്ലാതെ വല്ലാതെ പേടിക്കൊന്നും വേണ്ടത്. ഇതെന്തായാലും നിർബന്ധമായിട്ട് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം സെക്കൻഡ് സെമ്മിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഫോർമുല ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോഴേ നമുക്കിത് ഫോർമുല കാണാതെ ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. കുറേ കുട്ടികൾ എക്സാം എടുക്കുന്ന സമയത്തൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ എന്തൊക്കെയോ ശരിക്കും മനസ്സിലാക്കാതെ വേറെ എന്തൊക്കെയോ ചോദ്യം ചോദിക്കാറുണ്ട്. അതെന്താ വെച്ചാൽ കൃത്യമായിട്ട് വീഡിയോ കാണാത്തതുകൊണ്ടാണ്. അപ്പം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഓർത്ത് വെക്കാനും പറ്റും. നോക്കുക, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്നും ചെയ്യാനില്ല. എങ്ങനെ ഏത് പ്രോബ്ലം കിട്ടിയാലും എമ്മോ എന്നോ ഓടോ ഈവനോ ഒന്നും നോക്കാതെ നിങ്ങൾ തുടക്കം ഇങ്ങനെ തുടങ്ങുക. തുടങ്ങി കഴിഞ്ഞ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് പിന്നെ നോക്കേണ്ടത് ഈവനാണോ ഓടാണോ എന്നൊക്കെ ശരിയാക്കേണ്ടത്. തുടക്കം നിങ്ങൾ കണ്ണും പൂട്ടി തുടങ്ങിക്കോ. എങ്ങനെ തുടങ്ങേണ്ടത്? 10 ഒന്ന് കുറയ്ക്കുക. അത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സൈനാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ആദ്യം സൈനും പിന്നെ കോസും. ചിലപ്പോൾ ചോദ്യത്തിൽ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കും. ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ചിലപ്പോൾ കോസ് റേസ് ടു 7x ഇൻറ്റു സൈൻ റേസ് ടു 10x എക്സാമിന് വേണം ചോദ്യം വരും. അപ്പം നിങ്ങൾ തെറ്റിപ്പോകാതെക്കാൻ നിർബന്ധമായിട്ടും ആദ്യം സൈനിനെ തന്നെ എഴുതണം. സൈൻ റേസ് ടു 10x ആദ്യം എഴുതണം, കോസ് റേസ് ടു 7x പിന്നെ എഴുതണം. എന്നാലേ നമുക്ക് എമ്മോ എന്നോ അങ്ങോട്ട് മാറാതെ നിൽക്കുള്ളൂ. സൈനിൻ്റെ പവറാണ് എം, മറ്റേതിൻ്റെ കോസിൻ്റെ പവറാണ് n. അപ്പോൾ ഇവിടെ എന്ത് വരും വെച്ചാൽ 10 ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ 0 to π/2 കേട്ടോ, 0 to π/2 വെറും ഇൻ്റഗ്രലിൽ അങ്ങനെ ഇല്ല. അപ്പോൾ 10 ഒന്ന് കുറച്ചാൽ 9/10 + 7 17. പിന്നെ മുകളിൽ നിന്ന് താഴ്ന്ന് രണ്ടെണ്ണം കുറച്ച് പോവുക. 7/15 7/15 5/13 3/11 1/9. ഇനി ഇവിടുന്ന് കുറയ്ക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് നോക്കുക, ഇതെവിടെ എത്തിണല്ലോ, ഇത് ഏതൊരു സ്റ്റേജിലെത്തി. ഏത് സ്റ്റേജിലെത്തിയ 1/9. എന്താ ഈ 1/9? 1/9 എന്ന് പറഞ്ഞാൽ 1/2 + 7 ആണത്. 1/2 + n ആണിത്. ഇതാ ഇവിടെയാണ് എത്തി നിന്നത് നമ്മൾ. എം ഈവൻ എന്നോട് 1/2 + n കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എവിടെ എത്തും? ഈ 1/2 + n 1/2 + n 2/3 + n ഒക്കെ എത്തും. എം ഓടാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 2/3 + n എത്തുക. എം ഈവൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും എത്തുക 1/2 + n എത്തുക. ഓക്കെ, അപ്പം മെയിനായിട്ട് 3 ഇതിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പഠിക്കേണ്ടാത്ത 2 സാധനങ്ങൾ. പഠിക്കേണ്ടാത്തതെന്ന് പറഞ്ഞാൽ അത്രയും ട്രിവിയൽ ആയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള 2 നമുക്ക് ഒഴിവാക്കാം. 1/n+1 1/m+1. അതെങ്ങനെ വരിക? അത് പിന്നെ എങ്ങനെ ഇൻ്റഗ്രൽ സൈൻ എക്സ് മാത്രം കോസ് റേസ് ടു 10 ആണെങ്കിൽ 1/11 ആണ് ആൻസർ. അതല്ല സൈൻ റേസ് ടു 10 കോസ് റേസ് dx ആണെങ്കിലും 1/11 ആണ് ആൻസർ. ഇനി ഇവിടെ 7ഉം ഇവിടെ 0 അല്ല കേട്ടോ, ഇത് 1 ആണ് ശരിക്കും. അത് കാരണം അതിൻ്റെ അർത്ഥം 1/8 ആണ്. അപ്പോൾ 1 എന്താണോ ഉള്ളത് അതിൻ്റെ +1, 1 ആ നമ്പർ +1. ഇപ്പോൾ 7 ആണ് 7 + 1, 8 ആണെങ്കിൽ 8 + 1, അങ്ങനെ അതായിരിക്കും എൻ്റെ ആൻസർ. അത്രേ ഉള്ളൂ ഈ 2 കേസും. ഈ കേസും അത്രേ ഉള്ളൂ. അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 3 കേസാണുള്ളത്, 1 2 3. അതിൽ 3എണ്ണത്തിൽ എം ഓടാകുമ്പോൾ എന്തായാലും 2/3 + n എത്തുക. എം ഈവൻ ആകുമ്പോൾ 1/2 + n എത്തുക. 1/2 + n പറ്റിയത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകുന്നത്, എങ്ങോട്ട് പോകുന്നു നോക്കാൻ. അപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് n ഈവൻ ആണോ n ഓടാണോ എന്ന്. ഇവിടെ n ഓടാണ്. അപ്പോൾ ഏത് കേസാണ്? ഈ കേസാണോ ഈ കേസാണോ? n ഓടാണ്. ഇതാണ് കേസ്. ഇവിടെയാണ് n ഓടുള്ളത്. ഇത് n ഈവൻ്റെതാ, ഇത് n ഓടിൻ്റെതാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 7 ഇങ്ങനെ എടുക്കുക. 7 എന്താ? 6/7 5/7
സോറി 4/5 2/3 × 1 ഉണ്ടോ 2/3 × 1 അവസാനിച്ചില്ലേ. ഇനി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒരാൾക്ക് ഇത് ചെയ്യട്ടോ. ഇവിടെ 1/2 എത്തി, അത് 1/2 ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ 7 നിങ്ങൾ സാധാരണ ചെയ്യണ പോലെ 7 ഇൻ്റഗ്രൽ സൈൻ റേഷ്യോ 7 എങ്ങനെയാണ് നിങ്ങൾ ചെയ്യല് 6/7, പിന്നെ 2 കുറയ്ക്കുക 4/5, പിന്നെ 2 കുറയ്ക്കുക 2/3. അപ്പോൾ നിങ്ങൾക്കറിയാം 2/3 എത്തിയാൽ 2/3 × 1 നിർത്തേണ്ടത് എന്നുള്ളത്. 2/3 എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിർത്തിയാൽ മതി. × 1 ചെയ്യലും ചെയ്യാതിരിക്കലൊക്കെ സെയിം തന്നെയാണ്. × 1 ചെയ്യൊന്നും വേണ്ട. അപ്പോൾ 2/3 എത്തിയാൽ 2/3 നിർത്തുക എന്നുള്ളത്. ഇനി അതല്ല ഇവിടെ ഈവൻ ആണ്, ഇവിടെ 7 അല്ല, ഇവിടെ 8 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വരിക 7/8 5/6 5/6 3/4 1/2 5/2 1/2 അപ്പോൾ നിങ്ങൾ 5/2 കൂടി കൊടുക്കും. ഇത്ര ഉള്ളത് ഒന്നുമില്ല. അപ്പോൾ വളരെ ഈസിയാണ് ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻ്റഗ്രൽ 0 to π/2 sin raised to 5x cos cube x dx. ഇതിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു I53 എന്ന് വിളിച്ചു. എനിക്ക് I53 എന്ന് വിളിച്ചു. അങ്ങനെയാണ് അടുത്ത ചോദ്യമൊക്കെ ഞാൻ സിമ്പിളായിട്ട് വേഗം എഴുതാൻ വേണ്ടി ഞാൻ ചോദ്യം എളുപ്പത്തിൽ എഴുതാണ്. I36 നിങ്ങൾ കാണണം. എന്താ I36 കാണണം എന്ന് പറഞ്ഞ അർത്ഥം? ഇൻ്റഗ്രൽ 0 to π/2 sin ക്യൂബ് cos റേഷ്യോ 6 നിങ്ങൾ കാണണം. ഇതിൻ്റെ ക്യാൻസർ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അത് എന്നെ കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും പ്രോബ്ലം തരുന്നത്. 3 നിങ്ങൾ കാണേണ്ടത് I65 കാണണം. 4 I64 കാണണം. 5 I41 കാണണം. 6 ഇതിൽ ചോദ്യം 6 ചോദ്യം ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ 0 to π/2 cos raised to 4x cos raised to 4t sin t dt എന്നാണ്. അപ്പോൾ ഇത് ആദ്യം എന്താക്കണോ? ആദ്യം ഇത് തിരിച്ചു എഴുതണം. സൈൻ ആദ്യം എഴുതണം, cos raised to 4 ഇതൊക്കെ എഴുതും. ഇത് ചെയ്താലും 1/4 + 1 1/5 തന്നെ കിട്ടുക. ഇതും 1/4 + 1 1/5 തന്നെ കിട്ടുക. 7 I39 8 I37 9 I24. ഇത്ര എണ്ണത്തിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ആൻസർ മാത്രം ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുക ശരിയാണോ എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ചോദ്യം. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to a x² into a² minus x² whole raised to 3/2 dx is equal to pi a raised to 6/32. അപ്പോൾ കഴിഞ്ഞത് എന്ത് ചെയ്യുക? നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ആൻസർ ചെയ്യുക. ഞാൻ അയച്ചു തരുന്ന ആൻസറുമായിട്ട് അതുമായിട്ട് താരതമ്യം കമ്പയർ ചെയ്യുക. ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക, കൺഫേം ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ക്ലിയർലി ഇത് ഇൻ്റഗ്രേഷൻ വളരെ ഈസി ആയിട്ടുള്ള ഇൻ്റഗ്രലാണ്. നമുക്ക് x = a sin θ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ x = a cos θ എന്ന് കൊടുത്താൽ മതി. പുട്ട് x = a cos θ എന്ത് വേണമെങ്കിൽ കൊടുക്കട്ടോ. a cos θ യോ a sin θ യോ എന്ത് വേണമെങ്കിൽ കൊടുക്കുക. dx = a sin θ dθ, ഒരു നെഗറ്റീവ് ഉണ്ടാവും. cos θൻ്റെ ഡെറിവേറ്റീവ് -sin θ ആണ്. ഓക്കെ, a² minus x² വരിക a² minus a² cos² θ which is equal to a² sin² θ. സോ a² minus x² raised to 3/2 എന്ന് പറഞ്ഞാൽ a² sin² θ raised to 3/2 ആണ്. ദാറ്റ് ഈസ് a sin θ whole square whole raised to 3/2 ആണ്. 2 × 2 കട്ട് ചെയ്താൽ a³ sin³ θ ആവും അല്ലേ? a² sin² θ എന്ന് പറഞ്ഞാൽ a sin θ ഹോൾ സ്ക്വയറും ഈ /2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ a sin θ whole³ എന്ന് വരും. Therefore I becomes, ഇതിനെ നമ്മൾ I എന്ന് വിളിക്കുക. ഞാൻ I എന്ന് വിളിച്ചു. ഇൻ്റഗ്രൽ 0 to, ഇനി x 0 ആവുമ്പോൾ θ 0, x 0 implies θ 0. x a ആവുമ്പോൾ cos θ 1, cos θ 1 പറഞ്ഞാൽ θ π/2. സോ ഇൻ്റഗ്രൽ 0 to π/2 x² a² cos² θ ഇൻറ്റു ഇതിപ്പോൾ എന്താ കിട്ടി? a³ sin³ θ a³ sin³ θ ഇൻറ്റു dx എന്താ വരിക?
മൈനസ് എ സൈൻ തീറ്റ ഡി തീറ്റ. ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നം വരുന്നുണ്ടല്ലോ. എ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എക്സ് 0 ആകുമ്പോൾ കോസ് പൈ ബൈ 2. എക്സ് 0 ആകുമ്പോൾ എ കോസ് തീറ്റ 0 ആവും. എ കോസ് തീറ്റ 0 ആവും എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പൈ ബൈ 2. ഇവിടെ പൈ ബൈ 2 കേട്ടോ. എക്സ് എ ആവുമ്പോൾ കോസ് തീറ്റ 1 ആവും. കോസ് തീറ്റ 1 ആവും എന്ന് പറഞ്ഞാൽ തീറ്റ 0 ആവും. സോ ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 അല്ല, ഇൻ്റഗ്രൽ പൈ ബൈ 2 to 0 ആണ്. ഇൻ്റഗ്രൽ പൈ ബൈ 2 to 0 ആണ്. ഈ നെഗറ്റീവിനെ എടുത്താണ് ഞാൻ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് ഓഫ് പൈ ബൈ 2 to 0 എന്താവും, 0 to പൈ ബൈ 2 ആവും. എൻ്റെ പവർ എത്ര ഉണ്ട്, 2 3 5 1 6. എ റേസ് ടു 6 കോസ് സ്ക്വയർ തീറ്റ സൈൻ റേസ് ടു 4 തീറ്റ ഡി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 എ റേസ് ടു 6 പുറത്തെടുക്കുക, സൈൻ റേസ് ടു 4 തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ റേസ് ടു 6 ഇൻറ്റു ഇത് നമുക്ക് ഇനി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. 3/6 അല്ലേ, 4 1 കുറച്ചാൽ 3/6. ഞാൻ ഇവിടെ കോസും സൈനും ഉള്ളത് തിരിച്ച് സൈനും കോസും ആക്കി മാറ്റിട്ടോ. ആദ്യം സൈനും പിന്നെ കോസും ആക്കി, അപ്പോഴേ നമുക്ക് ശരിയാവുള്ളൂ. അപ്പം 3/6 ഇൻറ്റു 1/4. 1/4 എന്ന് പറഞ്ഞാൽ 1/2 + 2 ആയി. 1/2 + 2 1/2 + n 1/2 + n ആയി. ഇനി എന്ത് വേണോ, ഇത് 2 ആയതുകൊണ്ട് ഈവൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും, ഈവൻ ആയതുകൊണ്ട് നമ്മൾ ഇനി I0n ആ സാധനം ചെയ്യണം അല്ലേ. ഇവിടെ ഏതാ കേസ് എത്ര, നാലാമത്തെ കേസാണിത്. എം ഈവൻ എന്നും ഈവൻ, എമ്മും ഈവൻ എന്നും ഈവൻ ഏറ്റവും താഴെയുള്ള കേസാണ്. നാലാമത്തെ 5ാമത്തെ കേസാണ്. എമ്മും ഈവൻ എന്നും ഈവൻ. അപ്പോൾ എം ഇതിങ്ങനെ ചെയ്തു വന്നപ്പോൾ 1/2 + 2 1/2 + n-ലെത്തി. 2 + 2 എന്ന് പറഞ്ഞാൽ 2n ആണ്. അപ്പോൾ 1/2 + n-ലെത്തി. പിന്നെ കോസ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 2 - 1/2 ദാറ്റ് ഈസ് 1/2 പൈ ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസർ 3ഉം 6ഉം ക്യാൻസൽ ചെയ്ത് അവിടെ 2 ഉണ്ടാവും. 2 4 4 4 16 2 32. എ റേസ് ടു 6/32 ഒരു പയ്യും ഉണ്ട്. പൈ എ റേസ് ടു 6/32 എന്ന് കിട്ടും. തന്നെ കിട്ടുന്നുണ്ട് പൈ എ റേസ് ടു 6/32 എന്ന് കിട്ടും. പൈ എ റേസ് ടു 6/32. അപ്പോൾ ഒരു പ്രോബ്ലം ഞാൻ ചെയ്തു ഇതേപോലെ. അപ്പോൾ ഞാൻ എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്ത് തന്നതുകൊണ്ട് നിങ്ങൾക്കൊരു മെച്ചം ഉണ്ടാവില്ല, നിങ്ങളെ ഞാൻ സ്പോയിൽ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാം. ഹോംവർക്ക് അടുത്ത നേരത്തെ ഒക്കെ കൂടി 1 എന്ന് കൂട്ടിയാൽ മതി. രണ്ടാമത്തെ ഹോംവർക്ക് ഇൻ്റഗ്രൽ 0 to 1 x raised to 3/2 1 minus x raised to 3/2 dx is equal to 3π/128 എന്ന് പ്രൂവ് ചെയ്യുക. ഒന്നുമില്ല, ഇത് നേരത്തെ അതേ പ്രോബ്ലം തന്നെയാണിത്. നേരത്തെ അതേ സെയിം പ്രോബ്ലം തന്നെയാണ്. എക്സിന് എന്ത് കൊടുത്താൽ മതി, സൈൻ സ്ക്വയർ തീറ്റ എന്നിട്ട് കൊടുത്താൽ മതി. ഇവിടെ എക്സിന് സൈൻ തീറ്റ കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കോസ് തീറ്റയും കൊടുത്തിട്ട് കാര്യമില്ല. 1 - സൈൻ തീറ്റ 1 - കോസ് തീറ്റ ഒന്നും ആവില്ല. 1 - സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ 1 - കോസ് സ്ക്വയർ തീറ്റ കൊടുത്താൽ ഇതേപോലെ സുഖമായിട്ട് ചെയ്യാം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടുന്ന് ചെയ്യാം. വേറൊരു ഹോംവർക്ക് ഇൻ്റഗ്രൽ 0 to ∞ x raised to n by 1 + x square whole raised to m dx. ഇത്ര ചെയ്താൽ മതി. ഇത് എന്നിലും എമ്മിലും ഉള്ളൊരു ഫോർമുല ആയിട്ട് എഴുതിയാൽ മതി, അല്ലാതെ അതിന് നമ്പറൊന്നും കിട്ടില്ല. ഇനി ഞാനൊരു പ്രോബ്ലം ഇവിടെ ചെയ്യാം. ഞാൻ ഇവിടുത്തെ ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 2a x raised to m into root of 2ax minus x square dx. ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുള്ളതിലൊരു പ്രശ്നമുണ്ട് അല്ലേ. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ തന്നെ ചെയ്യേണ്ടത്, പക്ഷേ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. x = a sin θ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ x = 2a sin θ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. ഇതിനെ കണ്ടിട്ട് ഒരു ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ഇതെന്തിൻ്റെ x - a ഹോൾ സ്ക്വയറിൻ്റെ ഒരു പകുതിയാണിത്. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി
2ax മൈനസ് എക്സ് സ്ക്വയറിനെ ഞാൻ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2ax മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ax പ്ലസ് എക്സ് സ്ക്വയർ. എന്താ ചെയ്തത്? എ സ്ക്വയർ എക്സ് സ്ക്വയറും മൈനസ് എ സ്ക്വയറും ചെയ്തത്. ആക്ച്വലി എന്താണ് ഇത്? ഇത് 0 ആണ് സാധനം, ഇത് 0 ആണ്. പിന്നെ അത് അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് ഞാൻ ഇതിനെ എ സ്ക്വയർ മൈനസ് പുറത്തെടുത്തിട്ട് പിന്നെ ഇതിനെ എ സ്ക്വയർ, അപ്പോൾ ഇവിടെ മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഇത് മൈനസ് ആവും, ഇത് മൈനസ് ഉള്ളത് പ്ലസ് ആവും. ഇറ്റ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ax പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളെ ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സാധനം എന്താ ശരിക്ക്? ഇതാണ് സാധനം, എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ദെയർഫോർ പുട്ട് എ മൈനസ് എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ. എ മൈനസ് എക്സിന് എ കോസ് തീറ്റ കൊടുത്താൽ ഇതെന്തായി മാറും? സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആവും. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. റൂട്ടിൻ്റെ ഉള്ളിൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്താ? എ സൈൻ തീറ്റ. റൂട്ട് എന്തായി മാറും? എ സൈൻ തീറ്റ എന്നുള്ള സിമ്പിൾ സാധനമായി മാറും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ അതിന് ആദ്യം എന്താ വേണ്ടത്? ഇയാളെ മനസ്സിലാക്കുക. ഇയാളെ ആദ്യം ഇതൊരു സ്ക്വയറിൻ്റെ പാർട്ടാണ്, കംപ്ലീറ്റ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള എങ്ങനെ എഴുതുക? അപ്പോൾ എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇതിങ്ങനെ വന്നു. ഇനി ഞാൻ അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ വരിക? ഇവിടുന്ന് എക്സ് എന്ത് വരും? എക്സിനപ്പുറത്തേക്ക് കൊടുത്ത് ഇതിനെ അങ്ങോട്ട് എടുത്താൽ എ മൈനസ് എ കോസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, ദാറ്റ് ഈസ് എ ഇൻറ്റു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 അല്ലേ? 1 മൈനസ് കോസ് തീറ്റ ഈസ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2, 2a സൈൻ സ്ക്വയർ തീറ്റ ബൈ 2, 2a സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. When x equal to 0, a cos theta equal to a, cos theta equal to എന്ത് വരും? a cos theta equal to എന്ത് വരും? a minus 0, a എന്ന് വരും. a cos theta equal to a, that is cos theta equal to 1. cos theta 1 എന്ന് പറഞ്ഞാൽ theta 0 എന്ന് വരും. cos theta 1 വരും, which implies theta equal to 0. When x equal to 2a, x 2a ആവുമ്പോൾ ഇത് a മൈനസ് 2a, മൈനസ് എ ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. കോസ് തീറ്റ മൈനസ് 1 വരും. ഒരു മിനിറ്റ്. ഓക്കെ ശരിയാണ്. മൈനസ് എ ഈക്വൽ ടു എ കോസ് തീറ്റ, വിച്ച് ഇംപ്ലൈസ് കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 1, കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 1, വിച്ച് ഇംപ്ലൈസ് തീറ്റ ഈക്വൽ ടു പൈ. കോസ് പൈ ആണ് എന്ത്? കോസ് എൻ പൈ ആണ് മൈനസ് 1 റേസ് ടു എൻ. കോസ് എൻ പൈ എന്താ? കോസ് എൻ പൈ മൈനസ് 1 റേസ് ടു എൻ ആ. കോസ് ഓഡ് പൈ ഒക്കെ എന്താണ്? കോസ് ഓഫ് എൻ പൈ. ഓഡ് നമ്പർ ആകുമ്പോൾ അതൊക്കെ മൈനസ് 1 വരിക, എൻ ഓഡ് ആകുമ്പോഴൊക്കെ അത് മൈനസ് 1 വരിക. അപ്പോൾ എൻ 1 ആകുമ്പോൾ കോസ് പൈ എന്താ? കോസ് പൈ. തീറ്റ പൈ ആണ്, കോസ് പൈ ആണ് മൈനസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ ബിക്കംസ് ദെയർഫോർ ഇത് നമ്മളെ ഇൻ്റഗ്രലിനെ നമ്മൾ ഐ എന്ന് വിളിക്കുക. ഇൻ്റഗ്രൽ എക്സ് 0 ആകുമ്പോൾ ഇതെന്താ വരിക? തീറ്റ 0. എക്സ് 2a ആകുമ്പോൾ തീറ്റ പൈ, 0 to 2 പൈ. എക്സ് റൈസ് ടു എം, എക്സ് റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എക്സ് എന്താ? ഇതാണ് സാധനം. എക്സ് പറഞ്ഞാൽ ഇതാണ്. ഇത് റൈസ് ടു 2, ഇത് റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താ? 2a റൈസ് ടു എം, 2a റൈസ് ടു എം സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 റൈസ് ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 റൈസ് ടു എം ഇൻറ്റു 2ax മൈനസ് എക്സ് സ്ക്വയർ എന്തായി മാറി? 2ax മൈനസ് എക്സ് സ്ക്വയർ എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആയി. ദാറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയായി. അപ്പോൾ ഇതെന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയായി മാറും. എന്താ അത് സാധനം? റൂട്ടിൻ്റെ ഉള്ളിൽ എന്താ വരിക? എ സ്ക്വയർ മൈനസ് എ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ദാറ്റ് ഇസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഡി എക്സ് എന്ത് വരും? ഡി എക്സ് നമുക്ക് ഇവിടുന്ന് എഴുതാം. ഡി എക്സ് നമുക്ക് ഇവിടുന്ന് എഴുതാം. ഡി എക്സ് എന്താ വരിക? ഡി എക്സ് ഇവിടെ എഴുതാം. ഡി എക്സ് ഇവിടെ എഴുതാം. മൈനസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ? ഡി എ എന്ന് പറഞ്ഞാൽ 0, ഡി മൈനസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ ഡി തീറ്റ, മൈനസ് എ
സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഡി എക്സ് ഈക്വൾ ടു എ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. എ സൈൻ തീറ്റ ഡി തീറ്റ. സോ ദിസ് ഈസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ 0 to pi 2a raised to m. We can take 2a raised to m outside. 2 raised to m കൊടുക്കുക. a raised to m ഉണ്ട്, ഇവിടെ ഒരു എയും ഉണ്ട്. അപ്പോൾ a raised to m plus 1 ആവും. ഓക്കെ, ഇത് പോയി. സൈൻ റേസ് ടു 2m തീറ്റ ബൈ 2. ഇത് റൂട്ട് എ സൈൻ തീറ്റ, റൂട്ട് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എ സൈൻ തീറ്റ എന്ന് വരും. അവിടുത്തെ എ പുറത്തെത്തിന് ഈ എ പുറത്തെത്തിയില്ല. അപ്പോൾ ഈ എയും എന്ത് തന്നെ വരും, എ റൈസ് ടു m plus 2 ഉണ്ട്. എം അല്ല, ഒരു എയും കൂടി ഉണ്ട്. ഇനി സൈൻ തീറ്റ എന്തായി മാറും, സൈൻ സ്ക്വയർ തീറ്റ. സൈൻ തീറ്റനെ ഞാൻ 2 സൈൻ തീറ്റ ബൈ 2 എന്ന് എഴുതി. ഈ സൈൻ തീറ്റനെ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതി. ഈ സൈൻ തീറ്റനെ അതേപോലെ തന്നെ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതി, ഡി തീറ്റ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഒരു 2 ഇവിടെയുണ്ട്, 2 റേസ് ടു 2 പ്ലസ് 2 റേസ് ടു 2 വരും. ഇവിടെ 2 റേസ് ടു m plus 2. അപ്പോൾ 2a റേസ് ടു m plus 2. 2 റേസ് ടു m ഉണ്ട്, പിന്നെ 2 റേസ് ടു 1ഉം 2 റേസ് ടു 1ഉം കൂടി ഒരു 2 റേസ് ടു 2ഉം ഉണ്ടാവും. അപ്പോൾ 2 റേസ് ടു m × 2 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു m plus 2. a റേസ് ടു m plus 2 ഉണ്ട്. ഇൻ്റഗ്രൽ 0 to pi സൈൻ റേസ് ടു 2m plus 2 വരും. ഒരു സൈൻ തീറ്റ ബൈ 2 ഉണ്ട്, ഒരു സൈൻ തീറ്റ ബൈ 2 ഉണ്ട്, ഒരു സൈൻ റേസ് ടു 2m ഉണ്ട്. സൈൻ റേസ് ടു 2m plus 2 തീറ്റ ബൈ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ഡി തീറ്റ എന്ന് വരും. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു 2a റൈസ് ടു m plus 2. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഒരു ആൻസറിൽ എത്തിച്ചാൽ മതിയല്ലോ. 2 റൈസ് ടു m plus 3 a raised to m plus 2 integral 0 to pi by 2 sin raised to 2m plus 2 phi